Hey guys, this is Ranjit from PSC Padasala and welcome back to another video. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മെമ്മറി റിറ്റൻഷൻ ടെക്നിക്സിനെ കുറിച്ചാണ്. അതായത് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ആസ്പിരൻസ് പൊതുവെ നേരിടുന്ന ഒരു പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങൾ വളരെ ദീർഘകാലത്തേക്ക് ഓർത്തു വെക്കാൻ സാധിക്കാതെ വരിക എന്നത്. ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്നതാണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യമായിട്ട് ഈ മെമ്മറി ടെക്നിക്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഏറ്റവും അധികം അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നു പോകുന്നത് എന്നതിനെക്കുറിച്ച്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും റെലവെന്റ് ആയിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഹെർമൻ എബിൻഗോസ് ഫോർഗെറ്റിംഗ് കർവ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണ് ഹെർമൻ എബിൻഗോസ്. അദ്ദേഹം ഇത്തരത്തിൽ മറവിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെമ്മറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളാണ് ഈ ഒരു ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നടത്തിയ പഠനത്തിൽ മനസ്സിലായത് നമ്മൾ പഠിച്ച ഒരു കാര്യം, അതായത് 100% നമ്മുടെ ബ്രെയിനിലുള്ള ഒരു വസ്തുത അടുത്ത 20 മിനിറ്റ് കൊണ്ട് 25% നഷ്ടപ്പെട്ടു പോകും. സോ ഓൾമോസ്റ്റ് ഒരു ദിവസം കൊണ്ട് നമ്മൾക്ക് പഠിച്ച കാര്യങ്ങളുടെ ഒരു 30% മാത്രമാണ് ബ്രെയിനിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ ഇത്ര വലിയ നിരക്കിലാണ് യഥാർത്ഥത്തിൽ മറവി എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കുമുള്ള ഒരു കൺഫ്യൂഷനാണ്, എനിക്ക് മാത്രമാണോ ഇത്തരത്തിൽ വസ്തുതകൾ വളരെ പെട്ടെന്ന് മറന്നു പോകുന്നത് എന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇനി ഈ ഒരു കർവിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. ആദ്യ ഭാഗത്ത് ഇത് വളരെ സ്റ്റീപ്പാണ്, അതായത് ഈ ഒരു ഫോർഗെറ്റിംഗിന്റെ നിരക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 30% കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുക. ഒരു റിപ്പറ്റേഷനും ഇല്ലാതെ ഈ കാര്യം തുടരുകയാണ് എങ്കിൽ ഒരു മാസം കൊണ്ട് മേ ബി ഒരു 10% കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, സോ ഇതാണ് ഫോർഗെറ്റിംഗിന്റെ ഒരു നിരക്ക് എന്ന് പറയുന്നത്. ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്പേസ്ഡ് ആയിട്ടുള്ള റിപ്പറ്റേഷൻ ആണ്. സോ റിവിഷൻ അല്ലെങ്കിൽ സ്പേസ്ഡ് റിപ്പറ്റേഷൻ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സോ ഇവിടെ ഒരു റെഡ് ലൈൻ നൽകിയിരിക്കുന്നത് നമ്മൾ യാതൊരു വിധത്തിലുള്ള റിപ്പറ്റേഷൻ ഇല്ലാതെ ഒരു കാര്യം പഠിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു മെമ്മറി റിട്ടൻഷൻ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി ഈ കാര്യങ്ങൾ നമ്മൾ വളരെ തുടർച്ചയായിട്ടുള്ള ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് 1, 2, 3 എന്നിങ്ങനെ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ നോക്കാം, ആദ്യത്തെ ഒരു റെപ്പറ്റേഷനിൽ ഈ ഒരു ഗ്രീൻ ലൈൻ, ആദ്യം കാണുന്ന ആ ഒരു ഗ്രീൻ ലൈൻ ഈ രീതിയിലേക്ക് സ്റ്റേബിൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഫോർഗെറ്റിംഗിന്റെ നിരക്ക് കുറയും. രണ്ടാമത്തെ റെപ്പറ്റേഷൻ എത്തുമ്പോൾ അത് ഈ രീതിയിലേക്ക് എത്തും, അതായത് കുറച്ചുകൂടി ഈ ഒരു മെമ്മറി റിട്ടൻഷൻ എന്ന കാര്യം കൂടുന്നു. മൂന്നാമത്തെ ഒരു റിപ്പറ്റേഷൻ എത്തുമ്പോൾ ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് സ്റ്റേബിൾ. സോ ഒരു 3 ടൈംസ് നമ്മൾ ഒരു കാര്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുത നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് ഒരു 80 to 90% നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു 80 മുതൽ 90% വരെ ഓർമ്മയിൽ വളരെ നന്നായിട്ട് നിൽക്കും. സോ ഇതാണ് സ്പേസ്ഡ് റിപ്പറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയായിരിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസോടുകൂടി അറിഞ്ഞിരിക്കേണ്ടത്. സോ മെമ്മറി റിട്ടൻഷനിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദ സ്പേസ്ഡ് റിപ്പറ്റേഷൻ ടെക്നിക്. ഇനി എങ്ങനെ ഈ സ്പേസ്ഡ് റിപ്പറ്റേഷൻ അല്ലെങ്കിൽ ഈ റിവിഷന്റെ ഇടവേളകളെ ക്രമീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതായത് ഒരു ലോങ് ടേമിലാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്ന് കരുതുക. ആ ഒരു കേസിൽ ആദ്യത്തെ റിവിഷൻ വളരെ ഇമ്മീഡിയറ്റ് ആയി ചെയ്യുക, അതായത് പഠിച്ച കാര്യങ്ങൾ അതേ ദിവസം തന്നെ റിവൈസ് ചെയ്യുക. രണ്ടാമത്തെ റിവിഷൻ 1 വീക്കിൽ ചെയ്യുക. മൂന്നാമത്തെ റിവിഷൻ ഒരു 1 മന്തിൽ ചെയ്യുക. ഇനി വളരെ ഷോർട്ട് ടേമിലാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ സ്പേസിംഗ് കുറയ്ക്കുക, അതായത് ആദ്യത്തെ റിപ്പറ്റേഷൻ ഇമ്മീഡിയറ്റ് ആയിരിക്കണം, രണ്ടാമത്തെ റിപ്പറ്റേഷൻ്റെ ആ ഒരു സ്പേസ് കുറയ്ക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, മേക്ക് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് പ്രയോറിറ്റൈസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഓർത്തു വെക്കുക നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും അധികം സ്റ്റോർ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നതും. അതുകൊണ്ട് ആ ഒരു കെയർ കൊടുത്ത് പഠനത്തെ കാണുക. ഓക്കെ, സോ മേക്ക് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇനി മൂന്നാമത്തേത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അസോസിയേറ്റ് തിങ്സ് അല്ലെങ്കിൽ മേക്ക് അസോസിയേഷൻസ്. അതായത് ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും വസ്തുതകളെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിക്കുകയാണ്, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കുന്നു. സോ 923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് എന്ന കാര്യം കാണാപ്പാടം പഠിക്കുക അല്ലെങ്കിൽ മഗ്ഗീത് പഠിക്കുകയാണ് എന്ന് കരുതുക. അത് മറന്നു പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതിന് പകരമായിട്ട് ഏത് അവസരത്തിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കിയതിന്റെ ഫലമായിട്ടാണ്. സോ എങ്ങനെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലായത്? 1922 ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സോ അങ്ങനെ 920 നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചും 922 നടന്ന ചൗരി ചൗര ഇൻസിഡന്റിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തുന്നതിനെക്കുറിച്ചും അങ്ങനെ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം 1923 നടക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പഠനത്തെ അസോസിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സബ്ജക്റ്റുകളിലും ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പോസിബിൾ ആയിട്ടുള്ള എല്ലാ അസോസിയേഷൻസും പഠനത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒരു ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് അതിന് കിട്ടും. ഇതിന് പകരമായിട്ട് വളരെ ഇല്ലോജിക്കലായിട്ടുള്ള വസ്തുതകൾ, അതായത് വാക്കുകളൊക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക, അങ്ങനെയുള്ള ഇല്ലോജിക്കൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ ഉചിതം. ഓക്കെ, സോ ഓൾവേസ് മേക്ക് അസോസിയേഷൻസ്. ഇനി നാലാമത്തെ പോയിന്റ്, യെസ്, ആസ് ഐ ഓൾവേസ് യൂസ് ടു സേ, കാം ആൻഡ് കമ്പോസ്ഡ്. ഒരു ഹാപ്പി സ്റ്റേജിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരു സ്ട്രെസ്ഫുൾ മൈൻഡിലിരുന്നുള്ള പഠനം ഒരിക്കലും ഇഫക്റ്റീവ് ആവുകയില്ല. ഇനി അഞ്ചാമത്തെ പോയിന്റ്, വാട്ട് ആർ ദി യൂഷ്വൽ ടെക്നിക്സ്? നമ്മൾ സാധാരണഗതിയിൽ റിവിഷന് വേണ്ടിയും അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്? നോർമലായിട്ട് നമ്മൾ വായിക്കും,
റീറീഡ് ചെയ്യും, അതായത് വായിച്ച കാര്യം പിന്നെയും വായിക്കും, റീറൈറ്റ് ചെയ്യും, എഴുതപ്പെട്ട മെറ്റീരിയലിനെ വീണ്ടും അതേ രീതിയിൽ എടുത്തെഴുതും, ഹൈലൈറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ്. ഓക്കെ, ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആ അവസരത്തിലും ഈ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തതും ഗവൺമെൻറ് സർവീസിൽ എത്തിയതും എല്ലാം തന്നെ. പക്ഷേ ഇസ് ഇറ്റ് ദ ബെസ്റ്റ് ടെക്നിക്ക്? നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എത്ര ഇഫക്റ്റീവാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നോർമലി ഇല്ല. നമ്മൾ പരമ്പരാഗതമായിട്ടൊരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡ് തന്നെ നമ്മൾ തുടരുന്നു. ബട്ട് വി ഹാവ് എ ബെറ്റർ ടെക്നിക്. ഇറ്റ്സ് കോൾഡ് ആക്റ്റീവ് റീകോൾ. എന്താണ് ആക്റ്റീവ് റീകോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് ഈസ് ആക്ച്വലി ദ പ്രോസസ് ഓഫ് റിമെമ്പറിങ് ഇൻഫർമേഷൻ. അതായത് കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സിംപ്ലി ആക്റ്റീവ് റീകോൾ എന്ന് പറയുക. ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ആക്റ്റീവ് റീകോൾ. സി യു നീഡ് ടു പ്രാക്ടീസ് റിമെമ്പറിങ് ഇറ്റ് ടു റിമെമ്പർ എന്ന് പറയും. അതായത് ഒരു കാര്യം ഓർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഓർത്തെടുക്കൽ എന്ന ഒരു പ്രോസസ്സ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു കാര്യം നമ്മൾ ഒരു തവണ വായിക്കുന്നു, അതിനുശേഷം അത് പിന്നീടും വായിക്കുകയോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുകയോ ഇത്തരത്തിൽ പാസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരമായിട്ട് കണ്ണടച്ച് ആ ഒരു കാര്യം ഒന്നുകൂടി ഓർക്കുക. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ചു, അതിനുശേഷം ആ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കണ്ണടച്ച് ആ ഒരു കാര്യം ഓർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ റിമെമ്പറിങ് എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുകയാണ്. ഇത് ബ്രെയിനിനെ യഥാർത്ഥത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ റിവ്യൂ ആൻഡ് റീകോൾ ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ആക്റ്റീവ് റീകോൾ എന്ന ആ ഒരു പ്രോസസ്സിന് മുൻപായി ചെയ്യുന്ന സ്റ്റെപ്പാണ്. നമ്മൾ വായിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുക എന്നതാണ് റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കുകയാണ്. അതായത് ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 ഒപ്പുവെക്കപ്പെട്ടത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കുമ്പോൾ ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 എന്ന കാര്യം കാണാപ്പാഠം പഠിക്കുന്നതിന് മുൻപായിട്ട് ഈ കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതാണ് റിവ്യൂ എന്ന സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് റീകോൾ എന്നത്. അതായത് നമ്മൾ കണ്ണടച്ചതിന് ശേഷം ഈ ഒരു കാര്യം ഓർത്തെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. മറ്റൊരു അഡീഷണൽ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ടൂളോ ഒന്നുമില്ലാതെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഓർത്തെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇതാണ് നമ്മൾ പ്രാക്ടീസ് റിമെമ്പറിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് യഥാർത്ഥത്തിൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ മനസ്സിൽ ഒരു ചോദ്യം സൃഷ്ടിക്കുന്നു, അതിനുശേഷം ആ ഒരു വസ്തുത നമ്മൾ ഓർത്തെടുക്കുന്നു. രണ്ടാമത്തെ തവണ വായിക്കുക, നോട്ട്സ് അതേപോലെ പകർത്തി എഴുതുക, ഹൈലൈറ്റ് ചെയ്യുക. ഇതെല്ലാം തന്നെ നമ്മൾ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതായത് പാസീവ് ആയിട്ടുള്ള മെക്കാനിസംസ് ആണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡ്സ് ആണ്. ഇനി ആക്റ്റീവ് റീകോൾ പല സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നു, അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഒരു ഇന്ററാക്റ്റീവ് മെക്കാനിസമാണ്. സോ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ ഒരു റീകോൾ എന്ന പ്രോസസ്സാണ്. അതായത് ഒരു വസ്തുത വായിക്കുന്നു, അതിനെ റിവ്യൂ ചെയ്യുന്നു, കണ്ണടച്ച് ആ ഒരു കാര്യം ഓർത്തെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ആ കാര്യം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് മാറും. പാസീവ് മെത്തേഡ്സിൽ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ആക്റ്റീവ് മെത്തേഡ്സിൽ നമ്മൾ അത് റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, സോ ഈ റിട്രീവൽ മെത്തേഡ്സ് ആണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഇഫക്റ്റീവ് ആവുക. നമ്മുടെ ടെസ്റ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ റിട്രീവലിനെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ബിഗർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇസ് ദർ എവിഡൻസ് ദാറ്റ് ഇറ്റ് ആക്ച്വലി വർക്ക്സ്? ഇത് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണോ എന്നുള്ളതിന് എവിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ദ ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് റിട്രീവൽ ഫോർ ലേണിംഗ് എന്ന ഒരു ആർട്ടിക്കിൾ. സോ ഇതിൽ എത്രമാത്രം ഇഫക്റ്റീവാണ്, അതായത് ആക്റ്റീവ് റീകോൾ എന്ന മെക്കാനിസം മറ്റുള്ള മെത്തേഡ്സിനെ അപേക്ഷിച്ച് എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് പ്രോബ്ലി ദ ബെസ്റ്റ് മെമ്മറി ടെക്നിക്. സോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക. ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ ഹൗ ഇഫക്റ്റീവ് ഇറ്റ് ഇസ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ ഇതുവരെയായിട്ടും PSC പാഠശാലയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ അംഗമല്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. അവിടെ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ അവൈലബിൾ ആവും. കറണ്ട് അഫെയർസ്, സ്റ്റഡി ടിപ്സ്, എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ആ ഒരു ചാനൽ വഴിയായിരിക്കും കണ്ടക്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗിവ് മി എ തംസ് അപ്പ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ലെക്ചർ ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.